ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അളവ് കുർത്തി വച്ചിട്ട് പുതിയൊരു എ ലൈൻ കുർത്തിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ളവർക്ക്, അളവെടുക്കാൻ അറിയാത്തവർക്കും ഒക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആകും. അപ്പോൾ ഞാനിവിടെ 3 മീറ്ററാണ് കേട്ടോ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ലൈനിങ് 1/2 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു അളവ് കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് അളവ് കുർത്തിയായിട്ട് എടുത്തിട്ടുള്ളത് എ ലൈൻ കുർത്തി തന്നെയാണ്. യോക്കും താഴെ സ്കേർട്ട് പോർഷനുള്ളൊരു എ ലൈൻ കുർത്തിയാണേ. ഇത് അംബ്രല്ല മോഡലല്ല, എ ലൈൻ ആയിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു അളവ് കുർത്തി രണ്ടാക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പം ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. യോക്കിൻ്റെ പോർഷനും കൈക്കുഴി വരുന്ന പോർഷനും എല്ലാം തന്നെ രണ്ട് സൈഡും ഒരുപോലെ ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ മുകൾ ഭാഗത്ത് ഒരു പേപ്പർ വൈറ്റ് ഷീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും അളവ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ടോട്ടൽ ഷോൾഡറിൻ്റെ ഹാഫ് നമുക്കിത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട ശേഷം എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 7 ഇഞ്ചാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഈ അളവ് കുർത്തിയിൽ 7 ഇഞ്ചാണുള്ളത്. അത് ഓർത്ത് വെക്കുക. അടുത്തത് നമുക്ക് നെക്കിൻ്റെ അകലാണ് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ അകലമൊക്കെ എടുക്കുമ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ 3.5 ഇഞ്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നോക്കാം കേട്ടോ. ബാക്ക് നെക്ക് ഒരു 2 ഇഞ്ചും ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ചുമാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ. ചെസ്റ്റിൻ്റെ 4/1 ഭാഗമാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് 10 ഇഞ്ചിലാണ് കേട്ടോ. ഇവിടെ സീം അലവൻസ് വളരെ കുറവാണ്. ഇനി നമുക്ക് ആ യോക്കിൻ്റെ താഴെ ഭാഗമില്ലേ, അവിടേക്കുള്ള വിഡ്ത്താണ് 9 ഇഞ്ച്. ഇനി യോക്കിൻ്റെ ലെങ്ത്താണ്. യോക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ സീം അലവൻസ് ഉൾപ്പെടെ 16 ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മെഷർ ചെയ്ത് ആദ്യം എടുക്കുക. ഇനി യോക്ക് കട്ട് ചെയ്ത ശേഷം നമുക്ക് താഴെ ഭാഗം മെഷർ ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് യോക്കിൻ്റെ പോർഷനിൽ നമുക്ക് ലൈനിങ് ഇടേണ്ടതുണ്ട്. അപ്പോൾ ലൈനിങ്ങിന് വേണ്ടി നമുക്ക് ടോട്ടൽ 12 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ ലൈനിങ്ങിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിനും ബാക്കിനുമായി 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ യോക്ക് ലെങ്ത്ത് നമ്മൾ സീം അലവൻസ് ഉൾപ്പെടെ 16 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ അത് അതുപോലെ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേരിയേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് മാറ്റി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 15.5 ഇഞ്ചാണ് നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അത് മതി. ഇനി ഇത് ഫോൾഡഡ് ആയിട്ടുള്ള പോർഷനാണേ. ഇനി നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ്സ് ഇല്ലേ, ആ മെഷർമെൻറ്റ്സ് നമുക്ക് മാർക്ക് ചെയ്തേണ്ടതുണ്ടേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യുന്ന കുർത്തിയില്ലേ, പുതിയ കുർത്തി, അപ്പോൾ അതിലേക്ക് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം കുറച്ചും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ അളവ് കുർത്തിയിൽ വളരെ കുറവായിട്ടാണല്ലേ നെക്കിൻ്റെ ബാക്ക് നെക്കുള്ളത്. അപ്പോൾ നമുക്ക് പുതിയ കുർത്തിയിൽ കുറച്ചും കൂടി ഇറക്കേണ്ടതുണ്ട്. അളവ് കുർത്തിയിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഹാഫ് വന്നിട്ടുണ്ടായിരുന്നത് 7 ഇഞ്ചായിരുന്നു. അപ്പോൾ ബാക്ക് നെക്ക് ഇറക്കം ഇവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹാഫ് ഷോൾഡർ മെഷർ ചെയ്യുമ്പോൾ 6.5 ഇഞ്ച് മാത്രമാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ആം ഹോളിന് വേണ്ടിയും ഈ സെയിം ആയി 6.5 ഇഞ്ച് ആണ് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 10 ഇഞ്ചായിരുന്നു നമ്മുടെ അളവ് കുർത്തിയിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ 2 ഇഞ്ചും കൂടി സീം അലവൻസ് ഇട്ട് 12 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴെ ഭാഗത്ത് 11.5 ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആം ഹോളാണ്. ആം ഹോള് നമുക്ക് 40 ചെസ്റ്റ് സൈസ്. അതുകൊണ്ട് തന്നെ ഈ കോർണറിൽ നിന്നും നമുക്ക് 1.5 ഇഞ്ച് ബാക്ക് ആം ഹോളിന് വേണ്ടിയും 1 ഇഞ്ച് ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയും നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പം ഈ ഒരു ഷോൾഡർ ലെങ്ത്തിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത ശേഷമാണ് കേട്ടോ ബാക്ക് ആം ഹോള് ഇതുപോലെ മാർക്ക് ചെയ്യേണ്ടത്. ഫ്രണ്ട് ആം ഹോൾ ആകുമ്പോൾ ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കി എല്ലാം തന്നെ നമ്മുടെ അളവ് കുർത്തിയിലേക്ക് പോലെ തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് ആണല്ലേ. ആദ്യം നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് ആം ഹോൾ വഴി വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി. ഇത് ബാക്കിനും ഫ്രണ്ടിനുമായിട്ട് 2 പീസ് ഉള്ളതുകൊണ്ടാണ്. സെപ്പറേറ്റ് ചെയ്ത ശേഷം മാത്രം ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 2 പീസും കൂടി ചേർത്ത് വെച്ച ശേഷം നെക്കിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്ക് ഞാനിവിടെ ക്യാൻവാസിലാണ് കൊടുക്കുന്നത്.
അളവ് കുർത്തിയിൽ നമുക്ക് 3.5 ഇഞ്ചായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത്. അത് ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ മാത്രമല്ല നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം കുറവുമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നെക്കിൻ്റെ ഇറക്കം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെക്കിൻ്റെ അകലം 3.25 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. ഇത് ഫ്രണ്ട് നെക്കാണ്. ഇറക്കം എടുക്കുന്നത് 6 ഇഞ്ചും എടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്തെടുത്തത്. ഇനി ബാക്ക് നെക്ക് അതുപോലെ തന്നെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് 5.5 ഇഞ്ച് ഇറക്കവും മാർക്ക് ചെയ്ത് റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള നെക്കാണ് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ മെഷർമെൻറ്റിൽ വന്ന മാറ്റം നെക്കിൻ്റെ ഇറക്കം കൂടുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് നെക്കും ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ലൈനിങ് പീസിലാണ് വച്ച് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു പീസിൽ വെച്ചിട്ട് വേണം കേട്ടോ അയൺ ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു മടക്ക് വശത്തെ ലെങ്ത്താണ് നോക്കേണ്ടത്. മടക്ക് വശത്ത് മുകളിൽ നിന്നും താഴെ വരെ നമുക്ക് 31 ഇഞ്ചുണ്ട് കേട്ടോ. താഴത്തെ ഫോൾഡിങ് കൂട്ടാതെയാണ് 31 ഇഞ്ചുള്ളത്. ഇനി വിട്താണ്. വിട്ത്ത് ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു അളവ് കുർത്തിയിലുള്ള വിട്ത്ത് 33 ഇഞ്ചാണ് കേട്ടോ. സീം അലവൻസ് ഉൾപ്പെടാതെയാണ്. ഇനി നമുക്ക് ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള പോർഷനിൽ എത്രയാണ് ലെങ്ത് ഉള്ളതെന്ന് നോക്കാം. ഓപ്പൺ ആയിട്ടുള്ള പോർഷനിൽ നമുക്ക് 29 ഇഞ്ചാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് 3 ഇഞ്ചോളം കുഴിച്ച് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ കാണിക്കാം. ഇനി വേസ്റ്റിൻ്റെ പോർഷനിൽ വരുന്ന ലെങ്ത് 10 ഇഞ്ചാണുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 പീസ് ഇതുപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ച് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് താഴെ വരെ ഇത് ടോട്ടൽ 34 ഇഞ്ചാണ് ഈ തുണിയുടെ വിഡ്ത്തുള്ളത്. അപ്പോൾ ആ വിഡ്ത്ത് മുഴുവനായും തന്നെ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഓപ്പൺ ആയിട്ടുള്ള പോർഷനിൽ ഇതുപോലെ 3 ഇഞ്ചാണ് കേട്ടോ കയറ്റി മാർക്ക് ചെയ്തത്. തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2-2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്കേർട്ട് പോർഷനിൽ ലൈനിങ് ഇടുന്നില്ല കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇനി വള്ളിക്ക് വേണ്ടി 2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള സ്ലീവാണ് വേണ്ടത്. ഷോർട്ട് സ്ലീവാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു താഴത്തെ സ്കേർട്ട് ഭാഗം കട്ട് ചെയ്തില്ലേ, അതിൻ്റെ അരികുവശത്ത് നിന്നും നമുക്കിത് ഇതുപോലൊരു പീസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പീസിൽ നിന്നാണ് ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 12 ഇഞ്ച് വേണം. അപ്പോൾ ആ വിഡ്ത്തിനനുസരിച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവിലും ഞാൻ ലൈനിങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്താണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ് സീം എലമെൻറ്റ്സ് ഉൾപ്പെടെ കൊടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം മാർക്ക് ചെയ്തെടുത്തു. ഇനി ഇവിടെ 10 ഇഞ്ചായിരുന്നു ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അല്ലേ, 4 ഭാഗം. അപ്പോൾ 9.5 ഇഞ്ചോളം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് വിഡ്ത്തായിട്ട്. അപ്പോൾ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്ന് താഴത്തേക്ക് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നമുക്ക് ഒരു 3 ഇഞ്ചാണ് സ്ലീവിൻ്റെ കുഴിവ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടി ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്ത് കാണുന്ന രീതിയിൽ മാർക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് 1/2 ഇഞ്ച് ഉയർത്തി ഈ കാണുന്ന പോലെ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ആം ഹോളിന് ഒരു 10 ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യണം. താഴത്തെ സ്ലീവ് റൗണ്ട് സീം അലവൻസ് ഉൾപ്പെടെ 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇതുപോലെ മാർക്ക് ചെയ്ത് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവിന് ലൈനിങ്ങും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിൽ 1/4 ഇഞ്ചോളം കുഴിച്ച് മാർക്ക് ചെയ്യണം. നമ്മൾ കുർത്തി ചെയ്തപ്പോൾ അതിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവിലും കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സ്ലീവ് കട്ട് ചെയ്തെടുത്തു. മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു നോച്ചും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നെക്ക് ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ 2 നെക്കും നമുക്ക് ക്യാൻവാസ് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ. ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും യോക്ക് ഭാഗത്ത് ഡാട്ടും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ മിഡിൽ ഭാഗത്ത് ഷോൾഡറിൻ്റെ പകുതി ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ 4.5 ഇഞ്ചിലാണ് ഡാട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത ശേഷം
1/4 ഇഞ്ച് വിഡ്ത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഡാട്ട് കൊടുത്ത ശേഷം രണ്ടിൻ്റെയും ഷോൾഡർ കൂടി ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷോൾഡറും ജോയിൻ ചെയ്ത് സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉൾവശത്ത് ഓവർലോക്ക് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ഭാഗം ജോയിൻ ചെയ്യണം. അപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് താഴത്തെ പോർഷൻ ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡാട്ട് ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ തുണി നിപ്പ് ഉണ്ടാവും കേട്ടോ സ്കേർട്ട് പോർഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. അതിലേൽ സ്റ്റിച്ച് ചെയ്ത ശേഷം കട്ട് ചെയ്ത് മാറ്റിയാലും മതി. അപ്പോൾ ഇത് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫിറ്റിംഗ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 40 ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി 10 ഇഞ്ച് 1/2 ഇഞ്ച് ലൂസോട് കൂടി 10.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഭാഗത്ത് വരെ ആ ഒരു നമ്മുടെ ഫിറ്റിങ് മാർക്ക് ചെയ്തെടുക്കുക. ശേഷം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബോഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ നമുക്ക് ഡബിൾ ഫോൾഡ് കൂടി ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൂടി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാത്തവർക്ക് കൂടി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സൈഡ് സ്ലിറ്റൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എ ലൈനായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.